ഇനി അവള് വരാതെങ്ങാനും ഇരിക്കോ? ആ നശിച്ചവളെയൊക്കെ ഏർപ്പാട് ചെയ്തപ്പോഴേ എനിക്കറിയാം ഇത് കൊളാവൂന്ന്. ഭഗവാനെ, ആ മൂദേവി ഫോണും എടുക്കുന്നില്ലല്ലോ. അയ്യോ, ഈ നിശ്ചയം എങ്ങനെ നടന്ന പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി എന്ത് ചെയ്യും ഞാൻ? നീ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊന്നു കളഞ്ഞോലോടി പൂതനെ. ഭയങ്കര ട്രാഫിക് ആയിരുന്നു മാഡം. ശരി, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വാചകമൊക്കെ പിന്നെ വാ. കല്യാണി, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് വിഷമിക്കണ്ട. മോതിരം വേറെ വാങ്ങിയിട്ടുണ്ട്. സത്യാണോ? അതെ. ഇതല്ലേ നീ കൊണ്ട് കളഞ്ഞ മോതിരം? ഇത് വെച്ചോ. ഈ മോതിരം വാങ്ങിയ ജ്വല്ലറിയില് ഇതേ സൈസ് മോതിരം വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അവരെ അപ്പൊ തന്നെ കൊണ്ടെത്തിച്ചു. എനിക്ക് ഒന്നും പറയണ്ട. കണ്ണ് തുടച്ചിട്ട് ഇത് സൂക്ഷിച്ചു വെക്കാം. ഇളയമ്മയുടെ കൈ കൊടുക്കണം. ബി ഹാപ്പി കല്യാണി. മംഗളം നടക്കുമ്പോ കണ്ണീര് പാടില്ല. പ്രത്യേകിച്ച് കല്യാണിയുടെ കണ്ണ് നിറയുന്നത് എനിക്കിഷ്ടമല്ല. തുടച്ചിട്ട് ചിരിച്ചോണ്ട് വാ. സമയായി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ വന്നതേ താമസിച്ചു. ഇനി പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിലേ. മാഡം ഡോണ്ട് വറി. എല്ലാം പ്ലാൻ ചെയ്ത് ഒരു റിഹേഴ്സൽ എടുത്തിട്ടാ ഞാൻ വന്നേക്കുന്നത്. എല്ലാം ബാക്കിയാണ്. ബോംബ് ഇതിനകത്തുണ്ട്. കൃത്യം മുഹൂർത്തത്തിന് അതെടുത്ത് പൊട്ടിച്ചിരിക്കും നമ്മള്. ഫോട്ടോ കാണിച്ചാൽ മാത്രം പോരാ. എന്തൊക്കെയാ പറയാനുള്ളതെന്ന് നിനക്കറിയാലോ. അവസാനം ആരെങ്കിലും തിരിച്ചു വല്ലതും ചോദിക്കുമ്പോ വല്ല ബബ്ബയെ അടിച്ചാലുണ്ടല്ലോ, നിനക്കെന്നെ അറിഞ്ഞൂടാ. പറഞ്ഞേക്കാം. ഞാൻ നിന്നെ മൈൻഡ് പോലും ചെയ്യില്ല. യോ എന്റെ മാഡം, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നേ. ഞാനേ സ്റ്റേജ് ആർട്ടിസ്റ്റാ. എത്ര വലിയ പഞ്ച് ഡയലോഗ് ആണേലും ഒറ്റ ടേക്കിന് ഓക്കെ ആക്കും. പണ്ട് ചാൻസി റാണി നാടകത്തിലെ 1.5 പേജുള്ള ഒരു ഡയലോഗ് ഞാൻ. അയ്യോ, നിന്റെ തലമണ്ട അടിച്ച് പൊളിക്കും ഞാൻ. എടി, ഇതേ സീരിയല് സിനിമയൊന്നും അല്ല. തെറ്റിപ്പോയ ഒന്നുകൂടി എടുക്കാൻ വേണ്ടി. ഇത് ഒറിജിനൽ നിശ്ചയ. അത് ഓർത്തോണം നീ. ആളുകൾ നിന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടില്ല. അവിടെ എന്ത് ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം നീ മറുപടി പറയാൻ. ഇതെങ്ങാനും ഓവറാക്കി നശിപ്പിച്ചാലുണ്ടല്ലോ, പിന്നെ ക്ലൈമാക്സ് പഞ്ച് എഴുതുന്നത് അഖിലാണ്ടേശ്വരി ആയിരിക്കും. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു ആംബുലൻസിൽ ശ്മശാനത്തിലേക്ക് പോവും. പിന്നെ ശുഭം ശുഭം.
മനസ്സിലായോ? റിലാക്സ് മാഡം, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. നിശ്ചയത്തിന്റെ മുഹൂർത്ത സമയത്ത് മോതിരം മാറ്റുന്നതിന് മുൻപ് എന്റെ എൻട്രി, പിന്നെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. കല്യാണ നിശ്ചയം ഗോവിന്ദ, ഇത് രജനിയാ പറയുന്നത്. നിശ്ചയം ഞാൻ മുടക്കിയിരിക്കും. മതി, അത് മതി. നീ മിടിക്കാട്ടോ. ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. ദേ നോക്ക്, നീ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഈ നിശ്ചയം മുടക്കിയ നിനക്ക് തരാന്ന് പറഞ്ഞതിന്റെ ഇരട്ടി പൈസ ഞാൻ തരും. എനിക്ക് ഈ കാര്യത്തിൽ പൈസ ഒരു വിഷയമേ അല്ല. ആ അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ നിന്നും ചോര പൊടിയുന്നത് എനിക്ക് കാണണം. ഒപ്പം അരവിന്ദിന് ഞാൻ കൊടുത്ത വാക്കും പാലിക്കണം. മനസ്സിലായോ നിനക്ക്? എല്ലാം മനസ്സിലായി മാഡം. ഈ ബാഗിനകത്തിരിക്കുന്ന വജ്രായുധം നമ്മൾ അതിനല്ലേ റെഡിയാക്കിയത്? കറക്റ്റ്. അങ്ങനെ നിശ്ചയം മുടങ്ങി ആൾക്കാരുടെ മുന്നിൽ അന്തസ്സും അഭിമാനവും കെട്ട് ഈ വേദിയിൽ നിന്നും തല കുനിച്ചിറങ്ങി പോകുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എനിക്ക് കാണണം. എല്ലാം നിന്റെ കയ്യിലാ. ഓർമ്മ വേണം. മനസ്സിലായോ? മാഡം, ഇതാരാ മാഡം? ഇവളോ? ഇവള് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. നീ എന്താ ഇവിടെ? മാഡം, ഞാൻ എല്ലാം കേട്ടു. ഓഹോ, നീയെല്ലാം കേട്ടല്ലേ? വൃത്തികെട്ടവള്. മാഡം, ഈ നിശ്ചയം നടക്കണം. ദേവി ഇത് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം. ഇത് മുടങ്ങിയാ തകരുന്നത്. കൊള്ളാം കൊള്ളാം. ഭേഷ്. ഉണ്ട ചോറിന്റെ നന്ദി ഇങ്ങനെ അങ്ങ് തെകട്ടി വരിക അല്ലേടി? അല്ലെങ്കിലും നിനക്കത് തോന്നും. കാര്യം നീ ആ ഡ്രൈവർ ദാസിന്റെ മോളല്ലേ. പക്ഷേ ആ രക്തത്തിളപ്പ് ഇവിടെ എടുക്കാൻ വിടില്ല ഞാൻ. ഇത് പിടി. അങ്ങോട്ട് പോടി. നടക്ക്. മാഡം, മാഡം എന്താ ഈ കാണിക്കുന്നേ? നടക്കടി. നിന്നോടല്ലേ പറഞ്ഞത്? ഇറങ്ങി വാ. ഇങ്ങോട്ട് വാടി. മാഡം വിടാൻ. മാഡം, എന്താ ഈ കാണിക്കുന്നേ? വിട്, എന്നെ വിടാൻ. ദേ, ഒരിടത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോണം. അതല്ല, ഈ നിശ്ചയം മുടങ്ങിയതിന്റെ പിന്നിൽ ഞാനാണെന്ന് നീ വിളിച്ചു പറയാൻ ശ്രമിച്ചാ ഇപ്പൊ അവളെ കൊണ്ടുവന്നതും ഈ നിശ്ചയം മുടക്കാൻ വേണ്ടി പദ്ധതിയിട്ടതും നീയാണെന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. മനസ്സിലായോ നിനക്ക്? എന്റെ ദൈവമേ, ഞാനോ? ആ, നീ തന്നെ. തൽക്കാലം ഈ നിശ്ചയം മുടങ്ങുന്നത് വരെ നിന്നെ ഇവിടെ കാണാൻ പാടില്ല. വാടി ഇങ്ങോട്ട്. മാഡം വിട്. ഇങ്ങോട്ട് വരാൻ. ഇടി വരാൻ. വാടി. വിട്. വിടാൻ. ഇങ്ങോട്ട് വാടി. മാഡം വിട്. ഇങ്ങോട്ട് വാടി. മാഡം വിട്. മാഡം, മാഡം വിട്. കേറി ഇങ്ങോട്ട്. വാടി ഇങ്ങോട്ട്. ഇവിടെ കിടക്ക്. മാഡം, മാഡം കഥ ഓർക്ക്. മാഡം കഥ ഓർക്കാൻ. മാഡം ഞാൻ പറയുന്നത് കേക്ക്. മാഡം, മാഡം.
ഇത് എവിടെയായിരുന്നു? ചേച്ചി ഞാൻ ഗസ്റ്റുകളെയൊക്കെ സ്വീകരിച്ചിരുത്തായിരുന്നു. അതൊക്കെ നല്ല കാര്യം. എൻഗേജ്മെന്റിന് സമയമായെന്ന് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ നീ. കഷ്ടം. ഏത് എൻഗേജ്മെന്റ്? ഇത് നടന്നാലല്ലേ എൻഗേജ്മെന്റ് ആവൂ. അഖിലാണ്ടേശ്വരി, വെയിറ്റ് ആൻഡ് സീ. ഇവിടെ നടക്കുന്ന പൂരം ഇപ്പം നമുക്ക് കാണാം. കമല, മാഡം. എന്റെ കാറിൽ ഒരു കവർ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് വാ. ഓക്കെ മാഡം. കല്യാണി, നീ എങ്ങനെ അതിന്റെ അകത്ത്? പാടി ഇങ്ങോട്ട് വരാൻ. നിനക്ക് നിശ്ചയം മുടക്കണോ അല്ലേ? കയ്യിന്ന് വിടറി. നിനക്കെന്നെ അറിഞ്ഞൂടാ. നിശ്ചയം ഞാൻ മുടക്കും. അതിന് നിനക്കെന്താ? അയ്യോ വേണ്ട വേണ്ട, അടിച്ചു കൊല്ലാതെ. അരവിന്ദ് വിലാസിനി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ആര് പറഞ്ഞിട്ടായാലും നീ ഈ നിശ്ചയം അങ്ങനെ മുടക്കാൻ നിന്നാ കൊന്നു കളയും നിന്നെ ഞാൻ. കേട്ടോടി? അയ്യോ കൊല്ലല്ലേ, എനിക്ക് സ്റ്റേജ് കയറാനുള്ളതാ. എന്റെ ശബ്ദം പോവും. വിട് വിട് എന്നെ പ്ലീസ്, വിട്. ഞാൻ പോയിക്കോളാം. നോക്ക്, അതാ പുറത്തേക്കുള്ള വഴി. നീ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോയിക്കൊള്ളണം, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും.
പിന്നെ പോലീസ് കേസാ. എന്താ അത് വേണോ? പോലീസിനെ വിളിക്കരുത്. മുമ്പേ എനിക്ക് കേസുള്ളതാ. വയറ്റ് പിഴപ്പ് മുടക്കരുത്. ഞാൻ പോയിക്കോളാം. പോകുന്നതാ ബുദ്ധി. അല്ലെങ്കിൽ ഇവളെന്നെ പിടിപ്പിക്കും. ഇവക്കെന്തോ ഭ്രാന്താണെന്നാ തോന്നുന്നത്. സ്റ്റേഷനിലായ നാടകക്കാരും കൈവിട്ട് കളയും. പോയിക്കളയാം. എന്താടി നീ ആലോചിക്കുന്നേ? പോ. ഇതങ്ങ് വിലാസിനെ ഏൽപ്പിച്ചിട്ട് പോയാലോ? എനിക്കിതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവര് വേണമെങ്കിൽ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. പോലീസ് കേസാ. എന്താ അത് വേണോ? എന്റെ അമ്മച്ചി വേണ്ട. ആ തള്ളയ്ക്ക് വേണ്ടി ഞാനെന്തിന് സ്റ്റേഷനിൽ കയറണം? പോവാൻ പറ. അത് ശരി. അപ്പൊ കളി ക്ലൈമാക്സിലെത്തി. ഇനി ഏതായാലും വരുന്നത് പോലെ വരട്ടെ. ഒന്നുകിൽ വിലാസിനി ഈ നിശ്ചയം അങ്ങ് പൊളിക്കും, അല്ലെങ്കിൽ പൊളിയാൻ പോകുന്നത് അവരുടെ മുതുകല്ല. തൃച്ചംബരത്തെ രീതി അനുസരിച്ച് ജാതകം കൈമാറിയ ശേഷമല്ലേ മോതിരം കൈമാറ്റം? അതേ തിരുമേനെ, അതാണ് പരമ്പരാഗത രീതി. അതനുസരിച്ച് വേണം ചടങ്ങ് നടത്താൻ. ആ, എന്നാ പിന്നെ രണ്ടുപേർക്കും ഇങ്ങോട്ടിരിക്കാം. ആ. ആദ്യം ജാതക കൈമാറ്റം നടക്കട്ടെ. വരും. കൊടുക്കട്ടെ? വാങ്ങട്ടെ. ദൈവമേ, ചടങ്ങ് ഇപ്പൊ കഴിയും. ഇവിടം വരെ വന്നവള് ഇതെവിടെ പോയി? കാണുന്നുമില്ലല്ലോ. നാശൂലം. കൊടുക്കട്ടെ? ഓ, വാങ്ങട്ടെ? ഉം.
ഇനി മോതിരങ്ങൾ കൈമാറാം. ഇവിടെ ഒരു മോതിരമല്ലേ ഉള്ളൂ. മറ്റേതെവിടെ?